അടുത്ത പരിസ്ഥിതി ദിനം മുതൽ സോഷ്യൽ ഫോറസ്ട്രി സൗജന്യമായി വൃക്ഷത്തൈകൾ വിതരണം ചെയ്യില്ലെന്ന് മന്ത്രി ഷിബു ബേബി ജോൺ. നടുന്ന മരങ്ങൾക്ക് പരിരക്ഷ നൽകാത്തതിനാലാണ് തീരുമാനമെന്ന് മന്ത്രി പറഞ്ഞു. പൊതുമേഖലാ സ്ഥാപനങ്ങൾ ഉൾപ്പെടെ മരങ്ങൾ നട്ടുപിടിപ്പിക്കാൻ ശ്രമിക്കണമെന്ന് അദ്ദേഹം പറഞ്ഞു. ലോക പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ച് ഇനി മുതൽ സോഷ്യൽ ഫോറസ്റ്റ് മുഖാന്തരം സൗജന്യമായി വൃക്ഷത്തൈകൾ വിതരണം ചെയ്യില്ല എന്ന് മന്ത്രി ഷിബു ബേബി ജോൺ പറഞ്ഞു. സംസ്ഥാനത്ത് പ്രവർത്തിക്കുന്ന മലിനീകരണം നടത്തുന്ന വ്യവസായ സ്ഥാപനങ്ങളും പൊതുമേഖലാ സ്ഥാപനങ്ങളും മരങ്ങൾ നട്ടുപിടിപ്പിക്കുന്നതിന് വേണ്ടി ശ്രമിക്കണമെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. നടുന്ന മരങ്ങൾക്ക് വേണ്ടുന്ന പരിരക്ഷ കൊടുക്കാതെ നശിച്ചു പോകുന്നത് കൊണ്ടാണ് ഇങ്ങനെയൊരു തീരുമാനം കൈക്കൊള്ളുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. പന്മന നെറ്റിയാട് പൗരസമിതിയുടെ 30ാം വാർഷികാഘോഷങ്ങളുടെ ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. ചെറിയൊരു സംഘടന കുറച്ചുപേര് താല്പര്യമെടുത്ത് നിരന്തരമായി തുടർച്ചയായിട്ടുള്ള നിസ്വാർത്ഥമായ പ്രവർത്തനത്തിന്റെ ഫലമാണ് ഇന്ന് ഈ നിലയിലേക്ക് വളർന്നത്. ഇത്രയും വലിയൊരു ജനാവലിയെ പങ്കെടുപ്പിച്ചുകൊണ്ട് ഇങ്ങനൊരു ചടങ്ങിന് നടത്താൻ ശേഷി. ഏതാനും മാസങ്ങൾക്ക് മുമ്പാണ് 4 വീട് വെച്ച പദ്ധതിയുമായി ബന്ധപ്പെട്ട് കേരളത്തിന്റെ ഒരു മന്ത്രി അടക്കം പങ്കെടുത്ത പരിപാടിയിൽ ഞാനും പങ്കെടുത്തിരുന്നു. തീർച്ചയായിട്ടും പ്രശംസനീയമാണ്, മാതൃകയാണ്. ഇതാണ് നാട് ആഗ്രഹിക്കുന്നത്. ഇവിടെ ആസാദ് സ്വാഗത പ്രസംഗത്തിൽ ഒരു കാര്യം പറഞ്ഞു, ഇതിന്റെ പ്രവർത്തനങ്ങളും മറ്റു കാര്യങ്ങളും പറഞ്ഞു. കൂട്ടത്തിൽ ഒരു വാചകം ഞാൻ ശ്രദ്ധിച്ചു. സ്വാർത്ഥമതികളായ ഇന്നത്തെ തലമുറ അല്ലേ, ഞാൻ അതിനോട് യോജിക്കുന്നില്ല. അവരെ നമ്മൾ എങ്ങനെ അവരുടെ കാഴ്ചപ്പാടിനെ മാറ്റുന്ന അതനുസരിച്ചായിരിക്കും നമ്മുടെ അടുത്ത തലമുറ പോകും. ശരിയാണ്, പലപ്പോഴും നമുക്കും തോന്നും ഒന്നിനും താല്പര്യമില്ലാത്ത, രാഷ്ട്രീയത്തിനോട് പുച്ഛമുള്ള ഒരു തലമുറ വളർന്നു വരുന്നു. മനുഷ്യ സ്നേഹമില്ല, പരസ്പര സ്നേഹമില്ല. അല്ല, രാഷ്ട്രീയത്തിനേക്ക് താല്പര്യമില്ലാതെ വരുന്നത് ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. രാഷ്ട്രീയ പാർട്ടികൾ ആ തലമുറയുടെ ഭാവനയ്ക്കനുസരിച്ചുള്ള, അവർക്ക് മനസ്സിലാകാവുന്ന, അവർക്ക് ഉൾക്കൊള്ളാവുന്ന കാര്യങ്ങൾ രാഷ്ട്രീയ പാർട്ടികളുടെ ഭാഗത്തുനിന്നില്ല. അതുകൊണ്ട് രാഷ്ട്രീയത്തിൽ നകന്നു പോകുന്നു. പന്മന പഞ്ചായത്തിൽ SSLC +2 പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾക്ക് നല്ലാന്തര യൂസഫ് കുഞ്ഞ് മെമ്മോറിയൽ മെറിറ്റ് അവാർഡ് വിതരണവും കോന്തപ്പുള്ളോട്ടിൽ നബീസ മെമ്മോറിയൽ പഠനോപകരണ വിതരണത്തിന്റെ ഉദ്ഘാടനവും മന്ത്രി നിർവഹിച്ചു. ക്യാൻസർ രോഗികൾക്കുള്ള ധനസഹായവും ഭക്ഷ്യധാന്യ കിറ്റ് വിതരണവും ആദരവും ഇതോടൊപ്പം നടന്നു. NK പ്രേമചന്ദ്രൻ MP മുഖ്യപ്രഭാഷണം നടത്തി. ഇത്തരത്തിലൊരു ചടങ്ങ് സംഘടിപ്പിച്ചിട്ടുള്ളത് ഈ ചടങ്ങിൽ സംബന്ധിച്ചിട്ടുള്ള പുരസ്കാര ജേതാക്കളായ, അവാർഡ് ജേതാക്കളായ SSLC +2 പരീക്ഷയിൽ തിളക്കമാർന്ന വിജയം കൈവരിച്ച മിടുക്കരായ മുഴുവൻ വിദ്യാർത്ഥികളെയും മറ്റ് പുരസ്കാര ജേതാക്കളെയും ഈ അവസരത്തിൽ ഹാർദമായ അഭിനന്ദനങ്ങൾ, അനുമോദനങ്ങൾ ഈ അവസരത്തിൽ പ്രത്യേകമായി അറിയിക്കുകയാണ്. നെറ്റിയാട് റാഫി അധ്യക്ഷത വഹിച്ചു. ഡോക്ടർ AK ആസാദ് സ്വാഗതം പറഞ്ഞു. കോലത്ത് വേണുഗോപാൽ, ഫിറോസ് നല്ലാംതറയിൽ, പോച്ചയിൽ നാസർ, ഷാജഹാൻ രാജധാനി, ബ്ലോക്ക് പ്രസിഡന്റ് ഷംല നൌഷാദ്, ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഷംന റാഫി, ജില്ലാ പഞ്ചായത്ത് അംഗം I ജയലക്ഷ്മി, ബ്ലോക്ക് അംഗം സീമ തങ്കച്ചി, CP സുധീഷ് കുമാർ, വെറ്റമുക്ക് സോമൻ, കോഞ്ചേരിൽ ഷംസുദ്ദീൻ, കിണർവല സലാഹുദ്ദീൻ, പന്മന ബാലകൃഷ്ണൻ, ചെങ്ങഴത്ത് നിസാം, തസ്ലീം വലിയവിളയിൽ, കിഴവറത്ത് നിസാം, ഷാജി പുള്ളുവന്റെ എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ചവറ.